ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല നാടൻ അങ്കമാലി പോർക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. പോർക്ക് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻസൈഡ് ജാക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പോർക്ക് ഫ്രൈ ആണ്. അധികം ഡെക്കറേഷനുകളൊന്നുമില്ല. പോർക്കുണ്ട്, കുറച്ച് ഒരു 4 ഒണിയനുണ്ട്. പോർക്ക് ഏകദേശം ഒരു 1 kg അടുപ്പിച്ചിട്ടുണ്ട്. പച്ചമുളക്, വേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്ര സാധനങ്ങളേ ഉള്ളൂ. വാ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ പോർക്ക് നമ്മൾ എടുക്കുക, അതിൻ്റെ അകത്തേക്ക് സബോള ഇടുക, എല്ലാം തട്ടുക. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിവിൻ പോളിയുടെ പുതിയൊരു പടത്തിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. അൽഫോൺസ് പുത്രനും നിവിൻ പോളിയും പ്രേമത്തിന് ശേഷം വീണ്ടും ഒന്നിക്കുന്ന പുതിയൊരു പടമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈറ്റിൽ ലോഞ്ചിൻ്റെ റിയാക്ഷനും കൂടെ നമുക്ക് ഇതിൻ്റെ ചെയ്യാം. നമ്മളിപ്പോൾ സവോള, വേപ്പില, കോക്കനട്ട്, അതായത് മറ്റേ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടുന്ന തേങ്ങ ഉണ്ടല്ലോ അത്, പച്ചമുളക്, ഇനി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇടും. 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ തേങ്ങ. ഈ ചെറുതായിട്ട് തേങ്ങ കൊത്തായിട്ട് ഇടുമല്ലോ, ആ തേങ്ങ കൊത്ത്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയൊക്കെ അവസാനം ഫ്രൈ ആയി വരുമ്പോൾ ഒന്നും കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ബേസിക് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം ഒരു ബേസിക് അളവിലിട്ടിട്ട് അവസാനം പാകം നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി നന്നായിട്ടിത് തിരുമുക. പോർക്കിൻ്റെ ബെല്ലി ഏരിയയാണ്, അപ്പോൾ അത്യാവശ്യം നല്ല ഫാറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കിടന്ന് അങ്ങോട്ട് വറുത്ത് വന്നോളും, ഫ്രൈ ആയിട്ട് വരും. മിക്സ് ചെയ്തെല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്കിനി ഫ്രൈ ചെയ്യാനായിട്ട് അടുപ്പത്തേക്ക് കയറ്റാം. നമ്മൾ നേരെ ഈ മിക്സ് ചെയ്ത് വെച്ച പോർക്ക് അതിലേക്ക് തട്ടുന്നു. ഇച്ചിരി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷെ നല്ല ഫാറ്റുള്ള മീറ്റാണ്, വെളിച്ചെണ്ണ നിർബന്ധമില്ല. വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറും കൂടെ വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ സെറ്റായിരിക്കും. കുറേ പേരൊക്കെ ഈ കുക്കിംഗ് ടൈം ലാഭിക്കാനായിട്ട് കുക്കറിലിടും. ആ കുക്കറിലിട്ടതിന് ശേഷം വേവിച്ചതിന് ശേഷം അത് വറുത്തെടുക്കും. അപ്പോൾ കുക്കറിലിടുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു എസൻസ് ഒക്കെ ഓൾറെഡി പോകും. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇത്തിരി സമയം കളഞ്ഞാലും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എൻ്റെ ചുമയൊന്നും ഇതുവരെ പോയിട്ടില്ല. ചുമയും ജലദോഷവും പനിയൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ വീക്കെൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹെവി ആയിട്ട് ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിൽ വീക്കെൻഡിൻ്റെ ഒരു ഫീൽ കിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ എഫേർട്ട് ഇട്ടിട്ട് ചെയ്യണത്. അതവിടെ റെഡി ആവട്ടെ. നമുക്കപ്പോൾ നിവിൻ പോളിയുടെ ആ ഒരു പടത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ച് ഒന്ന് കാണാം. ഓക്കെ, ഫ്രെയിം ഹോളി JR സ്മിത്ത്. കുട്ടു ശിവനന്ദൻ. ഇയാളിപ്പോൾ ലാസ്റ്റ് കുറച്ച് പടത്തിലൊക്കെ അഭിനയിച്ച് സെറ്റാണ് കേട്ടോ. അൽഫോൺസ് പുത്രൻ കോയമ്പത്തൂർ ഏതോ വില്ലിൽ സീനാണ്. എനിക്ക് മറ്റേ താന്തോന്നിയിലെ സ്ഥല ലൊക്കേഷനൊക്കെ ഉണ്ട്.
എന്തോ മഡ്രൈസ് പരിപാടിയാ. വണ്ട്, ചിത്രശലഭം, മെയിൻ സാധനം ഉറുമ്പ്, ഇല, അതൊക്കെയാണ് അവിടെ മെയിൻ സാധനങ്ങൾ. ഉറുമ്പ് കേരളത്തിലോ ഹെൽമെറ്റൊക്കെ വെച്ച് ആരാ നീയായിരുന്നാ? നിന്നെ ഞാൻ കൊറേ നാളായി തപ്പി നടക്കായിരുന്നു. ഇവിടെ വിളിച്ചിരിക്കായിരുന്നല്ലേ? എന്താ പരിപാടി? ഞാനിവിടെ മറ്റേ തുമ്പി, ഉറുമ്പ്, മറ്റേ കുഴിയാനലത്തെ സാധനമൊക്കെ ഫോട്ടോ എടുത്ത് ഇരിക്കായിരുന്നു. നിന്റെ ഉറുമ്പും തുമ്പി എടുത്ത് മതിയായില്ലേ? നീ എന്താ ഇവിടെ? മനസ്സിലായില്ല? അതാണ് നിന്റെ പ്രശ്നം. പരിപാടി വാ. സ്റ്റാറിംഗ് നിവിൻ പോളി. അമ്പതാമത്തെ പടമാണ്. വിജയം. ആൾ ആക്ച്വലി ഗോൾഡിന് ശേഷം കുറച്ച് ഡിപ്രഷൻ അങ്ങനത്തെ സീനൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു പടം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡ്രോപ്പായി. ഫഹദ് ഫാസിലായിട്ടായിരുന്നു തോന്നുന്നു. അതിനുവേണ്ടി ആൾ മ്യൂസിക് പഠിക്കാൻ പോയി. അങ്ങനെ എന്തൊക്കെയൊക്കെയോ പരിപാടികളുണ്ട്. ആളൊരു ആൽബം സോങ് മ്യൂസിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ടാണ്, കിടിലം പാട്ടാണ്. ഞാനത് പറഞ്ഞുതരാം. കഥകൾ ചൊല്ലിടാമെന്ന് പറഞ്ഞിട്ട് കിടിലം സാധനം. എല്ലാവരും ഒന്ന് കേട്ട് നോക്ക്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഒന്നും കൂടെ പോയി കേട്ട് നോക്കുക. അപ്പോൾ നല്ല ഫീലായിരിക്കും. ഇത് ഒന്നും ആയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇത് ഒരുപാടാവാണ്ട്. ഇത് നമ്മൾ വരട്ടി 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 ബ്ലാക്ക് കളറിൽ ഫ്രൈ ആവും. അതാണ് ഇതിൻ്റെ ഭംഗി. നല്ല സമയമെടുക്കും, പെട്ടെന്നൊന്നും ആവില്ല. അൽഫോൻസ് പുത്രനൊക്കെ ആക്ച്വലി നേരം ചെയ്യുമ്പോൾ ഞാനൊക്കെ കോളേജിലാണ് കോയമ്പത്തൂർ. നേരമൊക്കെ ഞാൻ കോയമ്പത്തൂർ ഒരു തിയേറ്ററിൽ പോയി കണ്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഓരോ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ നേരം ഷൂട്ട് ചെയ്തത് 70 ക്യാമറയിലൊക്കെയാണെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെയിലൊക്കെ ഉണ്ട് 70 ക്യാമറ. അപ്പോൾ 70-ലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റും, ആ സിനിമ സക്സസ് ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറേ പരിപാടികൾ ഒക്കെ പിടിച്ച മനുഷ്യനാണ്. അപ്പോൾ ആള് ഗോൾഡ് എടുത്തു, ഗോൾഡ് പൊട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡിപ്രഷൻ ആ സാധനങ്ങളൊക്കെ വന്നു എന്നൊക്കെ അറിയുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും തിരിച്ച് വരണം എന്നുള്ള സാധനം. അപ്പോൾ ആള് എനിക്ക് തോന്നുന്നു ആളുടെ ആ ഒരു മൈൻഡൊന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട് തോന്നുന്നു. കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചു ലാസ്റ്റ്. അതൊക്കെ കിടിലായിരുന്നു. ചെയ്ത പടങ്ങളൊക്കെ അടിപൊളി. ഇപ്പോൾ വാഴയിലെ ചെറിയ റോളാണ്, വാഴയില ആണെങ്കിലും പിന്നെ ഇതിൻ്റെ അകത്ത് സർവ്വമായയിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ റോളുകളൊക്കെ ആള് കിടിലായിട്ടാണ് ചെയ്തത്. അത് ഭയങ്കര ഇമ്പാക്റ്റുള്ള റോളായിരുന്നു. അപ്പോൾ ആളിപ്പോൾ പുതിയൊരു പടമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര പുളി. വെയിറ്റിംഗ്. ഞാനിങ്ങനെ പന്നീനെ കുറിച്ച് ആക്ച്വലി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജർമ്മനിയിൽ ആക്ച്വലി അവിടുത്തെ പോലീസ് ഫോഴ്സിന് നായികൾക്ക് പകരമായിട്ട് പന്നികളെ യൂസ് ചെയ്തിട്ടുണ്ട്.
പന്നികൾക്ക് ഭയങ്കര സ്മെല്ല് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര കഴിവാണ്. അതുകൊണ്ട് ഡ്രഗ്സൊക്കെ ട്രെയിൻ ചെയ്യിച്ചിട്ട് ഡ്രഗ്സൊക്കെ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. നമുക്കിത് ഏകദേശം ആയിട്ടുണ്ട്, ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സെറ്റാണ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ചെറിയൊരു പുളി ഇഷ്ടമുള്ള കാരണം കുറച്ച് വിനാഗിരി, വളരെ ഒരു 1/2 സ്പൂൺ പാകത്തിന് മതി. നമുക്ക് കുരുമുളക് ഇടാം. എടുത്തിട്ടേ ഉപ്പ് നോക്കാം നമുക്ക്. നല്ല ചൂടാ, എൻ്റെ സൗണ്ട് മൊത്തം പോയി കിടക്കാല്ലേ. കുഴപ്പമില്ല, പക്ഷെ വീക്കെൻഡ് ആയി കഴിഞ്ഞാലേ ഹെവി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം, എന്നാലേ അതിൻ്റെ ഒരു വീക്കെൻഡ് ആവുള്ളൂ. മോനെ സെറ്റ്. ഓക്കെ, എല്ലാം സെറ്റായിട്ട് നമുക്കിനി സെർവ് ചെയ്യാം. മോനെ എന്താ ചന്തം. നമുക്കപ്പോൾ കഴിച്ചു നോക്കാം പത്തിരിയുടെ കൂടെ. പത്തിരി ഇങ്ങനെ എടുക്കുക, 2-3 പീസ് ഇങ്ങനെ എടുത്തിട്ട്, ചൂടുണ്ടെന്ന് തോന്നണം, ഊതുക, ഇല്ലെങ്കിൽ അണ്ണാക്കിൽ പൊള്ളും, കാരണം നല്ല നെയ്യ. മടക്കി കണ്ണുണ്ടാവും അല്ലേ, മടക്കി വയലിക്കിടുക. മോനെ സെയിം സാധനം. ഒരു പീസ് നെയ്യാണ്. ഓ, ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, മാച്ച് ചെയ്യാൻ വേറെ ഒരു മീറ്റും ഇല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.